നമസ്കാരം. വി ശിവൻകുട്ടി എപ്പോൾ വാ തുറന്നാലും ഒരു വിവാദം കൂടെ പോരും. എന്തായാലും ഭാരതാംബ വിവാദം ഒന്ന് കെട്ടടങ്ങുന്നതിന് മുമ്പാണ് അടുത്ത വിവാദവുമായി എത്തിയിരിക്കുന്നത്. ഭാരതാംബ വിവാദത്തിൽ സർക്കാർ ഗവർണർ പോലെ രൂക്ഷമായി തുടരുകയാണ്. ഒരു വിധത്തിലും തൻ്റെ ഭാഗത്ത് തെറ്റു വന്നാൽ അത് സമ്മതിച്ചു തരാനുള്ള സാമാന്യ ബുദ്ധി പോലും ഇല്ലാത്ത ഒരു വിദ്യാഭ്യാസ മന്ത്രി. രാജ്ഭവനിൽ കുട്ടികളുടെ പരിപാടിക്കായി പോയിട്ട് അവിടെ കാണിച്ചു കൂട്ടിയത് കണ്ട് ഓരോ കുട്ടികളും ചോദിച്ചു പോയിട്ടുണ്ട്, മന്ത്രി എന്താ ഈ കാണിക്കുന്നതെന്ന്. എന്നാൽ അത്തരം ആശങ്കകൾ കുട്ടികളിൽ നിന്ന് ഉണ്ടായാലും അതൊന്നും മന്ത്രിയെ ബാധിക്കുന്ന കാര്യമേ അല്ല. എന്തായാലും മന്ത്രി അടുത്ത വിവാദത്തിനും തട്ടകമൊരുക്കിയിട്ടുണ്ട്. സൂംബ ഡാൻസാണ് സംഭവം. സ്കൂളുകളിൽ സൂംബ പരിശീലനം നടപ്പിലാക്കാനുള്ള തീരുമാനത്തിൽ നിന്നും സർക്കാർ പിന്നോട്ടില്ല എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി വ്യക്തമാക്കുന്നത്. തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞ മന്ത്രി ഇപ്പോൾ ആ തീരുമാനമായി മുന്നോട്ട് പോകുമെന്നാണ് വ്യക്തമാക്കുന്നത്. സ്കൂളുകളിൽ നടക്കുന്നത് ലഘുവായ വ്യായാമമാണെന്നും കുട്ടികൾ യൂണിഫോമിലാണ് ഇത് ചെയ്യുന്നതെന്നും മന്ത്രി ചൂണ്ടിക്കാണിക്കുന്നു. അല്പവസ്ത്രം ധരിക്കാൻ ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് മന്ത്രി പറയുന്നത്. വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം ഈ വിഷയത്തിൽ രക്ഷിതാക്കൾക്ക് ചോയ്സേ ഇല്ല. വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശിക്കുന്ന കാര്യം ചെയ്യണം. എന്നാൽ നിർബന്ധപൂർവം സർക്കാർ കുട്ടികളിൽ ഇത് അടിച്ചേൽപ്പിക്കില്ല. നിർബന്ധമായി ചെയ്യണമെന്ന് പറഞ്ഞിട്ടുമില്ല. ആവശ്യമുള്ള കുട്ടികൾക്ക് ചെയ്യാം, അല്ലാത്തവർ സ്കൂളിനെ അറിയിച്ചാൽ മതി. എന്നാൽ സ്കൂളുകൾക്ക് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ തീരുമാനത്തിൽ നിന്നും പിന്മാറി നിൽക്കാനും കഴിയില്ല. ഓരോ സ്കൂളിൻ്റെയും സാഹചര്യം അനുസരിച്ച് ചെയ്താൽ മതിയെന്നാണ് മന്ത്രി പറയുന്നത്. വിദ്യാർത്ഥികളുടെ മാനസികവും ശാരീരികവുമായ ഉന്മേഷവും ആരോഗ്യവും ഉറപ്പുവരുത്തുമെന്ന് സംസ്ഥാനത്തെ സ്കൂളുകളിൽ സൂംബ, എയറോബിക്സ്, യോഗ തുടങ്ങിയ കായിക വിനോദങ്ങൾ നടപ്പിലാക്കുന്നതിനെതിരെ ചില കോണുകളിൽ നിന്നും എതിർപ്പുകൾ ഉയർന്നിട്ടുണ്ടെന്നും എന്നാൽ ഈ പ്രവർത്തനങ്ങൾ ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് നടപ്പിലാക്കുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇത്തരം എതിർപ്പുകൾ ലഹരിയേക്കാൾ മാരകമായ വിഷം സമൂഹത്തിൽ കലർത്തുകയും വിദ്യാഭ്യാസ മേഖലയെ മെച്ചപ്പെടുത്തുന്നതിന് പകരം വർഗീയതയ്ക്കും വിഭാഗീയതയ്ക്കും വളം നൽകുകയും ചെയ്യുമെന്നാണ്. അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന ഒളിമ്പിക്സ് ഉൾപ്പെടെയുള്ള കായിക മത്സരങ്ങളിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കായിക താരങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. ഫുട്ബോൾ, വോളിബോൾ, സ്വിമ്മിംഗ് തുടങ്ങിയ കായിക ഇനങ്ങൾ വ്യക്തമായ ഡ്രസ് കോഡ് നിലവിലുണ്ട്. ഈ ഡ്രസ് കോഡ് പരിപാലിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാ കായിക താരങ്ങളും മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഹിജാബ് അടക്കമുള്ള വസ്ത്രധാരണ രീതികൾക്കെതിരെ പ്രതിഷേധങ്ങളും അടിച്ചമർത്തലുകളും ഉണ്ടായപ്പോഴും പുരോഗമന പ്രസ്ഥാനങ്ങൾ ഉന്നതമായ ജനാധിപത്യ സംസ്കാര നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളതെന്നും എന്നാൽ ഇവിടെ ചില പ്രസ്ഥാനങ്ങൾ ഭൂരിപക്ഷ വർഗീയതയ്ക്ക് അനുകൂലമായ നിലപാടുകളാണ് സ്വീകരിക്കുന്നത്. ഇത് ആടിനെ പട്ടിയാക്കുന്നതിന് തുല്യമാണ്. കേരളം പോലുള്ള ഒരുമയോടെ ജീവിക്കുന്ന സമൂഹത്തിൽ ഇത്തരത്തിലുള്ള നിലപാടുകൾ ഭൂരിപക്ഷ വർഗീയതയ്ക്ക് മാത്രമേ ഉത്തേജനം നൽകൂ എന്നാണ് മന്ത്രിയുടെ കണ്ടുപിടുത്തൽ. എന്തായാലും ഈ കണ്ടുപിടുത്തൽ കുറച്ചു സമയം കഴിയുമ്പോൾ മാറും. അതാണ് വി ശിവൻകുട്ടിയുടെ നിലപാട്.